ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ലേറ്റായി എന്നറിയാം, പക്ഷേ എന്നാലും ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷനൊക്കെ വേണ്ടിയിട്ട് ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എൻ്റെ എക്സാം ഇന്ന് തീർന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഹിന്ദിയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ജസ്റ്റ് ഈ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു പേജ് ഉണ്ടാവും നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിലായിട്ട്. നമ്മുടെ ഒരു ഇൻഡെക്സ് പോലെ ആയിട്ടുണ്ടാവും. അതെന്തായാലും പഠിക്കാതെ അനുതാപ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ഇതായിട്ട് വരുന്നത്. അപ്പോൾ അതെന്ത് തരത്തിലുള്ള ഒരു സംഭവമാണ്, ലഘു കഥയാണ്. അപ്പോൾ അതെന്ത് തരത്തിലുള്ള കാര്യമാണ് എന്നുള്ളതും അതാരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതും സുകേഷ് സാഹിനി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ളത്, അത് പഠിക്കുക. അതുപോലെ തന്നെ മധുറുദു എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത പാഠം എന്ന് പറയുന്നത്. അതൊരു കവിതയാണ്. ഓക്കെ, അത് ജയശങ്കർ പ്രസാദാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഇപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് ഭാഗത്തിലേക്ക് വരാം. നമ്മുടെ അനുതാപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു സ്റ്റഡി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ ആയിട്ട് പലതരത്തിലായിട്ട് ചോദിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നോട്ടിൽ തന്നിട്ടുണ്ടാകും. അതെന്തായാലും എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കാം. അടുത്ത നമ്മൾ ജയശങ്കർ പ്രസാദിൻ്റെ ഒരു കവിതയിലേക്കാണ് വരുന്നത്. അപ്പോൾ കവിത പറ്റി എഴുതുന്ന സമയത്ത് കവിതയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളുടെ ആസ്വാദൻ ടിപ്പണി. അത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ആളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് മധുറുദു എന്ന് പറയുന്നത് ഒരു ഛായാവാദി കവിതയാണ്. ഛായാവാദി കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയെ പറ്റിയും അതേപോലെ തന്നെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ വർണ്ണിക്കുന്ന കവിതകളെയാണ് ഈ ഒരു ഛായാവാദി കവിത എന്ന് പറയുക. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ആസ്വാദൻ ടിപ്പണി തന്നെയാണ്. ഓക്കെ, ആസ്വാദൻ ടിപ്പണി അല്ലാതെ വേറെ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നില്ല. ഒക്കെ ആസ്വാദൻ ടിപ്പണിയാണ് വരിക. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈൻസ്, നമ്മുടെ പോയത്തിൻ്റെ കുറച്ച് ലൈൻസ് തന്നിട്ട് താഴെ പറയും ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടാണ് വരിക. അല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പത്ര. ഇതിനകത്ത് എനിക്ക് വേറെ ഒന്നുമേ പറയാനില്ല. ഈ ഒരു സാധനം എന്തായാലും പഠിച്ചു പോവുക. കാരണം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ്, ഇതിൽ വേറെ ഒന്നുമില്ല. സേവാമയം, ഇത് ഇന്ന കാര്യങ്ങൾ ഇവിടെ മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയിട്ട് അങ്ങനെ ഒരു ബോക്സ് മാത്രം വരച്ചിട്ടാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേ രീതിയിൽ തന്നെ എഴുതി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. ഇത് മറ്റേ 8 മാർക്കിൻ്റെ ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഫ്രീഡമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആരുടെ വേണമെങ്കിലും നമ്മളോടൊരു ഇത് ചോദിക്കാനായിട്ട് സാധിക്കുന്നത് ശംഭുനാഥിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അതായത് ചരിത്ര പർട്ടിപ്പണി. ഓക്കെ, ചരിത്ര പർട്ടിപ്പണിയാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. ചരിത്ര ടിപ്പണിനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ചോദിക്കാം. അത് ആരുടെ വേണമെങ്കിലും, ശംഭുനാഥിൻ്റെ, ദീൻ ദയാലിൻ്റെ, മൈക്കൂൻ്റെ, ആരുടെ വേണമെങ്കിലും, പിന്നെ ഇബ്രാഹിമിൻ്റെ, ആരുടെ വേണമെങ്കിലും നമ്മളുടെ അടുത്ത് ചോദിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ബീർബൽ സിംഗിൻ്റെ വേണമെങ്കിൽ ചോദിക്കാം. ആരുടെ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഈ 4 ആൾക്കാരുടെയും വിശേഷതകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ചരിത്ര ടിപ്പണി എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഞാൻ നോട്ട്സ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ദോഹയുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ദോഹേൻ്റെയും മീനിങ് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഫിലിമി സമീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ട ഒരു പടത്തെ പറ്റിയിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു വിവരണം എഴുതുക. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിൽ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവീൻ്റെ തന്നെ ഇതിനകത്തുള്ള ഈ ഒരു കണ്ടൻറ്റ് തന്നെ നിങ്ങൾക്കൊന്ന് ഷോർട്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഈ ഒരു കണ്ടൻറ്റ് തന്നെ ഷോർട്ടാക്കിയിട്ട് വേണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫിലിം ChatGPT അടുത്ത് കൊടുത്തൊരു ജസ്റ്റ് ഒരു 8 മാർക്കിന് വേണ്ടി, ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അത് വേറെ കാര്യം, ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ എന്തായാലും അത് നിങ്ങൾ നോക്കിയിരിക്കാനായിട്ട് മറക്കരുത്.
ചാന്തോർ കവി എന്ന് പറഞ്ഞിട്ടുള്ള കവിത കേട്ടോ. ഇതിലും നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം? നമുക്ക് നമ്മുടെ ആസ്വാദൻ ടിപ്പണി, ഓക്കെ, ആസ്വാദൻ ടിപ്പണി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത് എന്തായാലും ചോദിക്കും. സോ ആസ്വാദൻ ടിപ്പണി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് വേറെ ഒന്നും ചോദിക്കത്തില്ല കേട്ടോ, ആസ്വാദൻ ടിപ്പണി തന്നെയാണ് ചോദിക്കുള്ളൂ. പിന്നെ അടുത്തതാണ് ആനന്ദ് കി ഫുൾ ചടിയാം. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ഈ സൈഡിലുള്ള ക്വസ്റ്റ്യൻസസ് ഇല്ലേ, ആ സൈഡിലുള്ള ക്വസ്റ്റ്യൻസസ് നോക്കുക. അതിൽ ചിലപ്പോൾ ഇടയിൽ ഒരു പാരഗ്രാഫ് അങ്ങനെ എടുത്തിട്ട് അവർ തന്നിട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസസ് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതെന്തായാലും എല്ലാവരും ഒന്ന് നോക്കി തന്നെ ഇരിക്കുക. ആൻഡ് ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. ഇതും ഒരു കവിത തന്നെയാണ്, അതും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇതിലും നമുക്ക് എന്താണ് ചോദിക്കുക, നമ്മുടെ ആസ്വാദൻ ടിപ്പണിയാണ്. ഞാൻ പിന്നെയും എഴുതണില്ല, കാരണം ആസ്വാദൻ ടിപ്പണി തന്നെയാണ് ഇതിൽ നിന്നും ചോദിക്കുക. അപ്പോൾ എല്ലാ പോയംസും, ഓൾ പോയംസിൽ നിന്നും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആസ്വാദൻ ടിപ്പണിയാണ്. കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു മധുഋതു. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു എക്സാമിന്, മോഡൽ എക്സാമിന് ഏതാണോ ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അതേ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് പകരം പത്തർ കി ബെഞ്ച് അല്ലെങ്കിൽ ചാന്തോർ കവിയൊക്കെ ആയിട്ട് മാറി വരും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും, അതിൽ ഏത് വേണമെങ്കിലും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്നിരുന്ന് പഠിച്ചോളാം കേട്ടോ. അത് ദുഃഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്തും ഇതേപോലെ തന്നെ പാസേജ് തരും. ഏതെങ്കിലും ഒരു പാസേജ് എന്നാൽ അതിനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് എല്ലാവരും നോക്കിയിരിക്കുക. ഇനി അടുത്തത് അപരാധം എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ്. ഇതും സെയിം എനിക്ക് അതന്നെ പറയാനുള്ളൂ. പാസേജ് തരും, അതെന്നുള്ള ക്വസ്റ്റ്യൻസസ് ചോദിക്കും, സൈഡിലുള്ള ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസസും ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും എന്തായാലും ഒന്ന് നോക്കി വെക്കാനായിട്ട് മറക്കരുത്. പക്ഷേ ശബ്ദാവലി, ഇതിന് ഞാൻ എത്ര സ്റ്റാറാണ് ഇടേണ്ടത് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിക്കാൻ നിങ്ങൾക്ക് സുഖമായിട്ട് 8 മാർക്സ് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും നിർബന്ധമായിട്ട് ഇത് പഠിച്ചു പോയിക്കോ. കാരണം 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരുന്നതാണ് ഈ ഒരു ഡയറി എഴുതുക. ഓക്കെ, ഡയറി എഴുതുക, അല്ലെങ്കിൽ പത്രം എഴുതുന്നത്, അതായത് കത്ത് എഴുതുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു പാരിഭാഷിക് ശബ്ദാവലി കേട്ടോ. അടുത്തതാണ് കഹ്ന നഹി മാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയം കേട്ടോ. ഇതിനകത്തും ഇത് വളരെ ചെറിയൊരു പോയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോയത്തിൽ നിന്നും ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിന്ന് ആസ്വാദൻ ടിപ്പണി അധികം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറേ അധികം നോട്ട്സാണ്, ഷോർട്ട് നോട്ട്സാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ജീവൻ വൃത്ത് എങ്ങനെയാണ് എഴുതുക, ഓരോ ആൾക്കാരുടെയും ഓരോ കവിയുടെയും അല്ലെങ്കിൽ കഥാകൃത്തിൻ്റെയൊക്കെ അതിനൊരു എക്സാമ്പിളാണ് ജയശങ്കർ പ്രസാദിനെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക, ബോക്സിലിട്ട ഫോർമാറ്റിലായിരിക്കും വരിക. നിങ്ങളത് സെൻറ്റൻസസ് ആക്കി എഴുതണം. അതിൻ്റെ താഴെയുള്ളതാണ് ഛായാവാദ് കവിതയുടെ സ്പെഷ്യാലിറ്റീസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മധുഋതുവിൻ്റെ ആസ്വാദൻ ടിപ്പണി എഴുതുന്ന സമയത്ത് അതിനകത്ത് യൂസ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം. ഇത് നേരത്തെ നമ്മൾ കാണിച്ച അതേ സെയിം പത്രം തന്നെയാണ്. അപ്പോൾ അതൊന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒന്നും കൂടി ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ മധുഋതു എന്ന് പറഞ്ഞിട്ടുള്ള കവിതേൻ്റെ ആസ്വാദൻ ടിപ്പണി ഇതാ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെച്ചൊന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാന്തോർ കവി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുടെ ആസ്വാദൻ ടിപ്പണിയും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 1-2 പാരിഭാഷിക് ശബ്ദാവലി കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസസ്, അത് എത്ര മാർക്കിന് വരിക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടിയാണ് ഈ ഒരു ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. കൂടാതെ തന്നെ പാരിഭാഷിക് ശബ്ദാവലി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദീൻ ദയാലിൻ്റെ ചരിത്രപർ ടിപ്പണിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനൊരു ഗൈഡിലുണ്ടായിരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഡയറി, അതേപോലെ സംക്ഷേപൺ, അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചരിത്രപർ ടിപ്പണി ഞാൻ കുറേ പേരുടെ പറഞ്ഞില്ലേ, ശംഭുനാഥ്, മൈക്കു, ബീർബൽ സിംഗ്, ഇബ്രാഹിം അലി, അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി എന്നറിയാം, പക്ഷേ സോറി. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.